നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളെല്ലാവരും അടുത്ത ദിവസം തന്നെ ഏപ്രിൽ മാസം 9-ാം തീയതി അടുത്ത ദിവസം നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിനായിട്ട് പോവുകയാണ്. നമ്മളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ ക്രമത്തിൻ്റെ ഏറ്റവും മഹനീയമായ നമ്മുടെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി, കടമ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നൊരു ദിവസമാണ്. ഇവിടെ രണ്ട് മുന്നണികൾ അല്ലെങ്കിൽ മൂന്ന് മുന്നണികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും പ്രധാനത്തോട് പറഞ്ഞ ഒന്ന് LDF അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, UDF, പിന്നെ NDA എന്ന് പറയുന്നൊരു മുന്നണി. ഇവിടെ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തുടർഭരണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, ചരിത്രപരമായി ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലിൻ്റെ നേട്ടത്തിലേക്ക് നടന്നെടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രാധാന്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിൻ്റെ ഒരു സരണിയിലുമില്ലാതെ പോയ ഒരു പറ്റം നേതാക്കന്മാരുടെ കൂട്ടമാണ് UDF എന്ന് പറയുന്നത്. ഒരുപക്ഷേ കേരളത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കാൻ ഇടതുപക്ഷത്തിനെന്ന പോലെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു മുന്നണി കഴിഞ്ഞ 10 വർഷമായി ആ കർത്തവ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു മുന്നണി ഇതിനിടയിലൂടെ തിരികെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ മൂന്ന് മുന്നണികൾ ഇങ്ങനെ മത്സര രംഗത്ത് സജീവമാണ്. ഇതിൽ ഇടതുപക്ഷത്തെയും UDFനെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സാധാരണഗതിയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മാറ്റം ഉണ്ടാകാറുണ്ടായിരുന്നു. അതായത് ഒരു 5 വർഷം UDF ആണെങ്കിൽ ഒരു അടുത്ത 5 വർഷത്തേക്ക് LDF ഭരിക്കും. കാരണം ഒരു സർക്കാർ അവസാനിക്കുന്ന ആ കാലമാകുമ്പോഴേക്ക് ഏകദേശം ആ ഒരു വർഷം, അവസാനത്തെ ഒരു വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദശാസന്ധി പോലെയായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കഷ്ടതകളും ഒക്കെ അനുഭവിക്കുകയും ആരോപണങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒന്നായിരിക്കും ആ സർക്കാരിൻ്റെ അവസാനത്തെ ഒരു വർഷക്കാലം. എന്നാൽ ഈ പറയുന്ന അതുതന്നെയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയവും. അതായത് UDFൻ്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കേട്ട അഴിമതി ആരോപണങ്ങൾ, ബാർ കോഴ കേസ്, അതോടൊപ്പം തന്നെ സോളാർ വിവാദങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി വിവാദങ്ങൾ. ഇവിടെ പെൻഷൻ മുടങ്ങുന്നു, പങ്കാളിത്ത പെൻഷനുമായി ഉയർന്നു വന്ന വിവാദ വിഷയങ്ങൾ, KSRTC, വൈദ്യുതി, എല്ലാം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ കെട്ടകാലത്തിൽ നിന്ന് അതെല്ലാം ആ പറയുന്ന UDF സർക്കാരിനെ അടയാളപ്പെടുത്തുന്ന ചില കെട്ടകാലങ്ങൾ, കഷ്ടകാലങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2018 മുതൽ തന്നെ വല്ലാത്ത കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വന്നു. അതായത് 2018 ഉണ്ടാകുന്ന നൂറ്റാണ്ടിൻ്റെ മഹാപ്രളയം ഉണ്ടാകുന്നു. തുടർന്ന് അതിൽ നിന്ന് നമ്മളെല്ലാം ഒന്ന് കരകയറി ഒന്ന് നടുനൂത്ത് വരുന്ന സമയത്താണ് പെട്ടെന്ന് കോവിഡ് എന്ന് പറയുന്നൊരു മഹാമാരി നമ്മുടെ കേരളത്തെ അപ്പാടെ വന്ന് മൂടുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു. അങ്ങനെ ആ കോവിഡിനെ നമ്മളൊന്ന് അതിജീവിച്ച് എത്തിയപ്പോഴേക്കും അടുത്ത ടേമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയത് ആ 5 വർഷത്തെ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതായത് അവസാനത്തെ ആ ഒരു വർഷം ഈ പറയുന്ന UDF എന്ന് പറയുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരായി അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എത്തി നിൽക്കുമ്പോൾ 2026 എന്ന് പറയുന്ന അടുത്ത 5 വർഷം കടന്ന് ഇടതുപക്ഷ സർക്കാർ എത്തി നിൽക്കുമ്പോൾ അഴിമതിരഹിതമായ ഒരു സംസ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് എന്നൊരു വിളിപ്പേര് നേടിയെടുക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമാണ്. ഈ 5 വർഷത്തിനിടയിൽ ഒരു വർഷം പോലും വ്യക്തമായ ഒരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്നതിനോ ആ അഴിമതി ആരോപണത്തെ നിലനിർത്തി അത് കോടതിയിലെത്തിച്ച് ഒരു വിജിലൻസ് കേസ് അന്വേഷണത്തിലേക്ക് പോയി ഒടുവിൽ സർക്കാരിനെ ട്രാപ്പ് ചെയ്യാൻ കഴിയുന്ന ഒന്നിലേക്കും കൊണ്ടെത്തിക്കാൻ കഴിയാതെ പോയ ഒരു പ്രതിപക്ഷം, ദുർവിധിയുള്ള ഒരു പ്രതിപക്ഷം എന്നുള്ള ഒരു വിളിപ്പേര് ഇത്തവണ UDF എന്ന് പറയുന്ന മുന്നണിക്ക് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പോരായ്മ തന്നെയാണ്. അതിനെ മറികടക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദം പോലും നിൽക്കില്ല, തികയില്ല. കാരണം 2018 നടന്ന ഒരു സംഭവത്തിൽ അന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചു. അങ്ങനെ ഒരു മാൻമെയ്ഡായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച ആയിരുന്നില്ല അന്നത്തെ പ്രളയം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഒരു കരാർ ഉണ്ടാക്കി എന്ന് പറയുന്ന മേരിമാത എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചു തന്നെ 2019 എന്ന് തെളിവുകൾ പുറത്തേക്ക് വരുന്നു. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും മദ്രാസ് IITയുടെ വരെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അങ്ങനെയൊരു തീരുമാനമെടുത്തത്. മനുഷ്യനിർമ്മിതമായ ദുരന്തമായിരുന്നില്ല അത് എന്ന്. എന്നിട്ടും അതേ വാദഗതി വീണ്ടും ഉന്നയിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അവസാനവട്ട ശ്രമവും മാത്യു കുഴൽനാടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതും കാണേണ്ടതുമായ ചില കാര്യങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ
കഴിഞ്ഞു പോയ UDFന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ 10 വർഷങ്ങളെടുത്ത് നോക്കാം. പ്രളയകാലത്ത് റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ അന്നൊരൊറ്റ ചോദ്യം മതിയായിരുന്നു, നമ്മളങ്ങ് ഒരുമിച്ചിറങ്ങുകയല്ലേ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശക്തവും ദൃഢവുമായ ആ ഒരു ശബ്ദത്തിന് മേൽ കേരളം ഒന്നടങ്കം ആ മനുഷ്യൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതാണ് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ജനനേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹം എടുക്കേണ്ട ഒരു ഡിസിഷൻ, തീരുമാനം. ആ തീരുമാനത്തിന് പിന്നാലെ എല്ലാവരും കൂടി ഒപ്പം ഉണ്ടായിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ അന്ന് 1000 വീട് എന്ന് പറഞ്ഞുകൊണ്ട് UDFകാർ അന്നും പ്രളയബാധിതരായ ജനങ്ങളെ പറ്റിച്ചു. 1000 വീട് KPCC അനൗൺസ് ചെയ്യുന്നു. പിന്നീട് മുല്ലപ്പള്ളി വന്നിരുന്നുകൊണ്ട് അതിനെ 500 ആക്കി ചുരുക്കുന്നു, ചിലർ 300ലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അന്ന് പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അന്ന് പണപ്പിരിവ് നടന്നിട്ടുണ്ടെന്ന് 1000 വീടിന് ആ പണം എവിടേക്ക് പോയി എന്നുള്ള കാര്യവും കോൺഗ്രസ്സിലുള്ള ഒരാൾക്കും അറിയില്ല, പൊതുജനത്തിന് തീരെ അറിയില്ല. വീണ്ടും അടുത്ത പണപ്പിരിവിനുള്ള കോപ്പ് കൂട്ടി പുനർജനി പദ്ധതി. വിദേശത്ത് വരെ പോയി നിന്നുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുനർജനി പദ്ധതിക്ക് വേണ്ടി പണം പിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും തുടർന്ന് നിയമസഭയിലടക്കം ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ വർഷമായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു UDFനെ സംബന്ധിച്ചിടത്തോളം. അതെല്ലാം ഇങ്ങനെ കത്തിക്കലങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLAക്കെതിരായി അതിക്രൂരമായ ഒരു ആരോപണം ഉണ്ടാകുന്നു. വയനാട് പുനരധിവാസത്തിനായി ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പണം എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. അതിന് കണക്കുകളില്ല. പല യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളും ഒരു ആരോപണമായി ഉന്നയിക്കുന്ന വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ 88 ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. പിന്നീട് അതങ്ങനെ 1 കോടി 5 ലക്ഷമായി എന്നുള്ള കണക്കൊന്നും വേറെ ആർക്കും അറിയില്ല, അത് വേറൊരു കാര്യം. അങ്ങനെ ഒരു കണക്ക് അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് മാറുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മാറി അതിൻ്റെ കേട് മാറുന്നതിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ അടുത്ത ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പീഡനക്കേസ് അടക്കം വരുന്നു. പീഡനം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഗർഭഛിദ്രം എന്ന് പറയുന്ന അതിക്രൂരമായ ഒരു വിനോദം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്ന ഒടുവിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെച്ച്, അതായത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച് പുറത്താക്കി. അപ്പോഴും ആ കാക്കക്കേട് അവിടെ തന്നെ കിടപ്പുണ്ട്, അതിനൊരു മാറ്റവുമില്ലാതെ കിടക്കുന്നു. അപ്പോഴാണ് ഈ പറയുന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ UDF നടത്തിയ കോൺഗ്രസ് പാർട്ടി നടത്തിയ പണപ്പിരിവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് വരുന്നു. അതും ആവശ്യമില്ലാത്തൊരു ഇടപാടായി പോയി എന്ന് കോൺഗ്രസ്സുകാർക്ക് പിന്നീട് തോന്നി. കാര്യം ഇവിടെ 178 വീടുകളുടെ ഉദ്ഘാടന കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ചു. ആ വീടുകളുടെ പാലുകാച്ചൽ ചടങ്ങിന് വേണ്ടി മുഖ്യമന്ത്രിയെ രേഖാമൂലം കത്തുകൊടുത്ത് അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ ക്ഷണിക്കുന്നു, പാലുകാച്ചിന് അങ്ങ് വരണം എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഉപകാരസ്മരണ. അവർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു പോയവർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ നിയമക്കുരുക്കുകളും അഴിച്ചു വെച്ച് കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ടൗൺഷിപ്പ് അവരുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജൻസി ചെയ്യേണ്ടത് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇവിടെ UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ നോക്കിക്കോളൂ. കോൺഗ്രസ്സുകാർ പണം പിരിച്ചു എന്ന് പറയുന്നു, അതിനുവേണ്ടി ഒരു ആപ്പ് ഉപയോഗിക്കുന്നു. ആ ആപ്പ് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിലാണ് ആപ്പ് രൂപീകരിക്കുന്നത്. ആഗസ്റ്റ് മാസം 21 മുതൽ 2024. എന്നാൽ അതിനു മുൻപ് തന്നെ കോടിക്കണക്കിന് രൂപ പിരിച്ചു, അതിനു മുമ്പ് തന്നെ പണപ്പിരിവ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഓഗസ്റ്റ് മാസം 17 തന്നെ പണപ്പിരിവ് ആരംഭിച്ചിരുന്നു കോൺഗ്രസിൻ്റെ. എന്നാൽ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ വന്നിരുന്ന് പുറത്തേക്ക് പറഞ്ഞ ഒരു നോട്ടീസിൻ്റെ പിറകിൽ വെറുതെ ഹാൻഡ് റൈറ്റ് ചെയ്തുകൊണ്ട് വന്ന കണക്കുകൾ അവതരിപ്പിച്ചു ജനങ്ങളുടെ മുന്നിൽ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ആ കണക്കുകൾ എങ്ങും ടാലിയാകുന്നതേയില്ല. പലരും പറയുന്നത് പല കണക്കുകൾ തന്നെയായിരുന്നു. PC വിഷ്ണുനാഥ് പറയുന്ന കണക്കൊന്ന് വേറെ, സണ്ണി ജോസഫ് പറയുന്ന കണക്കൊന്ന് വേറെ, KC വേണുഗോപാൽ പറയുന്ന കണക്കൊന്ന് വേറെ, ഇനി അതല്ല VD സതീശൻ പറയുന്ന കണക്കൊന്ന് വേറെ. എന്നിട്ട് ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെ ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്തു. സംസ്ഥാന സർക്കാരിനെതിരായി നുണകൾ പ്രചരിപ്പിക്കുക, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നതായിരുന്നു അദ്ദേഹം ഏറ്റെടുത്ത ഒരു കഠിന വ്രതം. അദ്ദേഹം അത് നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ തൻ്റെ നുണകൾ ഓരോന്നായി പൊളിഞ്ഞടുങ്ങി വീഴുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിൽ നിന്ന് അണുകിട വ്യതിയാനമില്ലാതെ വീണ്ടും വീണ്ടും നുണ പറഞ്ഞുകൊണ്ടേയിരുന്നു VD സതീശൻ എന്ന് പറയുന്ന നേതാവ്. ഒടുവിൽ നമുക്കറിയാം
അവിടെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. വയനാട്ടിൽ കുന്നംപറ്റ എന്ന് പറയുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആ സ്ഥലത്ത് ഞങ്ങൾ വീട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു എന്ന ഏറ്റവും വലിയ കള്ളം കൂടി വി ഡി സതീശൻ പറഞ്ഞു ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു. എന്നാൽ അതേസമയം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഈ സമയത്താണ് തങ്ങളുടെ കയ്യിൽ വീട് വെക്കാനുള്ള പണം ഇല്ല എന്ന് സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ ഒരു ദിവസത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. വീട് വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. അത് ധനലക്ഷ്മി ബാങ്കിന്റെ ശാസ്തമംഗലം ശാഖയിൽ നിന്നുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് വരെ ആ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് പുറം ലോകം കണ്ടിട്ടില്ല. എന്നാൽ ഇത് കൂടാതെ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് അവർ കീപ്പ് ചെയ്തിരുന്നു ഫെഡറൽ ബാങ്കിൽ. ഈ 2 ബാങ്കിലായി പണം നിക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അന്ന് പത്രവാർത്തകളിൽ നിറഞ്ഞു വന്നിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ അടുത്ത ചോദ്യം, എവിടെ പോയി ഫെഡറൽ ബാങ്ക് എന്ന് വെള്ളയമ്പലം ശാഖയിലെ ആ അക്കൗണ്ടിൽ വന്ന പണം എവിടേക്ക് പോയി? കഴിഞ്ഞ ദിവസം MP നികേഷ് കുമാർ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അവതരിപ്പിച്ചിരുന്നു. പല വിദേശത്തുള്ള ഏതോ ഒരാൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ പോയി. അവിടെയും 8 അക്കത്തിൽ കൂടുതൽ തുക അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നികേഷ് കുമാർ ജനങ്ങളോട് വിളിച്ചു പറയുന്നു. ഇവിടെയാണ് അതായത് കേരളത്തിലുള്ള നമ്മുടെ സാധാരണക്കാരെ നമ്മുടെ സഹോദരന്മാർ മരിച്ചു വീണ ആ മണ്ണിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ VD സതീശൻ അടക്കമുള്ള, KC വേണുഗോപാൽ അടക്കമുള്ള, സണ്ണി ജോസഫ് അടക്കമുള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള, അബിൻ വർക്കി അടക്കമുള്ള നേതാക്കന്മാർ നമ്മളോട് കാട്ടിയ ചതി മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് M സ്വരാജ് എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള സഖാവ് പറഞ്ഞത് ഇതെല്ലാം ശവന്തൂക്കുകളായിരുന്നു എന്ന്. അതായത് ഒരു കള്ളനായിരുന്നാൽ പോലും കള്ളന്മാർക്കൊരു മാന്യതയുണ്ട്, മൃതശരീരങ്ങളിൽ നിന്ന് അവർ മോഷ്ടിക്കാറില്ല എന്നുള്ള ഒരു വലിയ ചരിത്രപരമായ വസ്തുത അതായിരുന്നു ഇവിടെ M സ്വരാജ് പറഞ്ഞത്. അത് തന്നെയല്ലേ അക്ഷരാർത്ഥത്തിൽ നടത്തിയത്? അതായത് ഇത്തവണ നമ്മൾ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സഹോദരങ്ങളുടെ ശവത്തിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇവരെ നേടിയെടുത്ത ഈ ആർഭാടങ്ങൾ അത്രയും നമ്മൾ ആലോചിച്ച് നോക്കൂ. ബാക്കിയുള്ളവർ തേങ്ങ ചിരണ്ടുമ്പോൾ ഞങ്ങൾ ചിരട്ട ചിരണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ഒരു ഘട്ടത്തിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന AICC ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചിരട്ട ചിരണ്ടിയാൽ എങ്ങനെയാണ് സർ ഇത്രയും പണം ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അതായത് ഇവിടെ പിരിച്ചെടുത്തിട്ടുള്ള അത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇതിനു വേണ്ടി K കരുണാകരന് വേണ്ടി പണം പിരിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ലീലാ ദാമോദരൻ എന്ന് പറയുന്ന നേതാവിന് വേണ്ടി പണം പിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേർക്ക് വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പണം പിരിച്ചു. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, തൊട്ടിപ്പുറത്ത് മറ്റൊരു സംഘടനയാണ് DYFI. ആ DYFI 20 കോടി രൂപ സംസ്ഥാന സർക്കാർ അതായത് CMDRFിലേക്ക് നിക്ഷേപിച്ചിരുന്നു. ഇത് കൂടാതെ 178 വീടുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആ വേളയിൽ അവിടുത്തുള്ളവർക്ക് സ്മാർട്ട് TVയും DYFI എന്ന് പറയുന്ന സംഘടന കൊടുത്തു. ആ 20 കോടി രൂപ DYFI എന്ന് പറയുന്ന ഒരു യുവജന സംഘടനയ്ക്ക് മാത്രമായി സ്വരൂപിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കണക്കുകൾ അവതരിപ്പിച്ചത് പ്രകാരം അതിൻ്റെ 4/1 മാത്രമേ പിരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ദയനീയതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കഴിഞ്ഞ 10 വർഷത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മളോട് കാണിച്ച നെറികേടിൻ്റെ ഒരു സാക്ഷ്യപത്രം എന്നുള്ള നിലയിലായിരിക്കണം നമ്മൾ എപ്പോഴും വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു 5 കോടി രൂപ പോലും കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ ഒരു 10, 40, 50 അല്ലെങ്കിൽ ഒരു 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പോലും അവതരിപ്പിക്കാൻ കഴിയാത്ത സർക്കാർ അല്ലെങ്കിൽ ഒരു സംവിധാനം, ഒരു സംഘടനാ സംവിധാനം എങ്ങനെയാണ് നാളെ നമ്മളുടെ സംസ്ഥാന ബജറ്റ് ഏകദേശം 200 ലക്ഷം കോടിയോളം 200 കോടി രൂപയോളം വരുന്ന നമ്മുടെ ഒരു അല്ലെങ്കിൽ 2 ലക്ഷം കോടിയോളം വരുന്ന നമ്മുടെ ഒരു സംസ്ഥാന ബജറ്റിലെ കണക്കുകൾ എങ്ങനെയാണ് ഇവർക്ക് കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക? അതിനകത്ത് നിന്ന് എത്രത്തോളം രൂപ ഇവർ കൈയിട്ട് വാരുമെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവിടെ സ്വന്തമായി ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം 2 MP പോലും ഐ ലവ് വയനാട് എന്ന് പറയുന്ന ടീഷർട്ട് ഇട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രകടനം നടത്തുമ്പോഴും ഞങ്ങൾ എൻ്റെ സഹോദരിമാരാണ്, സഹോദരിയായും മകളായും അമ്മയായും ഒക്കെ കാണണമെന്ന് പ്രിയങ്ക ഗാന്ധി വല്യവായിൽ വന്ന് പ്രസംഗിക്കുമ്പോഴും ആ വയനാടുകാരുടെ സ്വപ്നം നടന്നിട്ടില്ല. കയ്യിൽ കാശില്ല, വീട് വയ്ക്കാൻ കാശില്ല എന്നറിഞ്ഞിട്ട് പോലും ആ വയനാടുകാരുടെ മുന്നിൽ വന്ന് നിന്ന് പൊട്ടനാട്ടം കാണുന്ന പോലെ നാടകം കളിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ. നമുക്കറിയാം ആ ശിലാസ്ഥാപനം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചടങ്ങ് നമ്മൾ കണ്ടിരുന്നു. വൃത്തികെട്ട ചടങ്ങെന്ന് തന്നെ പറയും. ഒരു ജനതയെ മുഴുവൻ പൊട്ടന്മാരാക്കാൻ വേണ്ടി കോൺഗ്രസ് ആസൂത്രണം ചെയ്ത നല്ല ഒന്നാന്തരം ഒരു കെടുകാര്യസ്ഥതയുടെ നാടകം. ഈ നാടകവും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനിയും നമ്മൾ അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തണോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.